എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ആക്കുളത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ പഞ്ച് എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പരിപൂർണമായിട്ട് നിർമ്മിക്കുന്ന ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ പഞ്ച് എന്ന് പറയുന്നത്. Active.ev എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം എല്ലാ കമ്പനികളും അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും പണിയുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ടാറ്റയെ സംബന്ധിച്ച് വരുമ്പം ഇലക്ട്രിക്കിന് വേണ്ടി മാത്രം ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസും ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സെയിൽസ് ചാർട്ടുകളിൽ നിൽക്കുന്നത്, ടോപ്പായിട്ട് നിൽക്കുന്നത് മാരുതിയുടെ പല വാഹനങ്ങളായിരുന്നു. 1, 2, 3, 4 സ്ഥാനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ മാർച്ച് 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട വാഹനം ടാറ്റയുടെ പഞ്ചാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ടാറ്റ, കാരണം ഓരോ വർഷങ്ങൾ ചെല്ലുന്നതനുസരിച്ച് ഇവരുടെ ഹയർ പൊസിഷൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇന്ന് എടുക്കുന്നതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് ഹൈ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് SUV എന്ന് പറയുന്നത് നെക്സോൺ ആണ്. അപ്പം പലർക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും പ്രൈസിൻ്റെ കൺസ്ട്രെയിൻ്റ് കൊണ്ട് നെക്സോണിലേക്ക് വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ വണ്ടിയുടെ പ്രൈസ് ബിറ്റ് ഹയർ ആണ്. അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ആ വാഹനത്തിനുണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രിക്കിലേക്ക് പോകുമ്പം ഓപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഏത് വിശ്വസിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അവർക്കുള്ള ഒരു ടോട്ടലായിട്ടുള്ള സൊല്യൂഷനാണ് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ ഈ ഒരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ യൂട്യൂബ് ചാനൽസ് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അഗൈൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പം ഇന്ന് നമ്മൾ ഈ പഞ്ചിനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞു. അത് കൂടാതെ തന്നെ പഞ്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു വാഹനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇലക്ട്രിഫൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്ലാറ്റ്ഫോം തികച്ചും വ്യത്യാസമാണ്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 3 വേരിയൻസിലാണ് നമുക്ക് ഈ വാഹനം നമുക്ക് കിട്ടുന്നത്. 3 വേരിയൻസ് എന്ന് പറയുമ്പോൾ 2 ഈ റേഞ്ച് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ചും ഒരു ഹൈ റേഞ്ചും ആയിട്ടുള്ളൊരു വാഹനമായിട്ട് വരുന്നത്. അതായത് ഒറ്റ ചാർജിൽ നമുക്ക് 315 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനം നമ്മൾ വാങ്ങിക്കുകയാണ് കിട്ടുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 421 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ. അത് തന്നെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം നെക്സോണിനെ സംബന്ധിച്ച് പറയുമ്പോൾ 458ഒക്കെയാണ് നമുക്ക് ഈ ലോങ് റേഞ്ച് വാഹനങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് 421 കിട്ടുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുമ്പോഴും ഭയങ്കര ലാഭകരമായിട്ടുള്ള ഒരു ഫീലിലേക്കാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്രയും വലിയ സെയിൽസിലേക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് 3 വേരിയൻസിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഇതിൻ്റെ ലക്ഷറി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പല 3 വേരിയൻറ്റിലാണ് മെയിനായിട്ട് തിരിക്കുന്നത്. സ്മാർട്ട്, അഡ്വഞ്ചർ, എംപവേർഡ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ്. അതിനകത്ത് തന്നെ സബ് വേരിയൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള എംപവേർഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്താണ് സകലവിധ സംവിധാനങ്ങൾ ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കിട്ടും എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സൈസിനെ കുറിച്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മിഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള വരുന്ന ഒരു SUV പോലെ ഇരിക്കുന്ന ഒരു വാഹനമാണ്. ഓക്കെ, വളരെ ഭംഗിയാണ്. ഓൾറെഡി പഞ്ച് എന്ന് പറയുമ്പോൾ വന്നപ്പോൾ തന്നെ ഒരു പഞ്ചുമായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 3rd ജനറേഷനിലേക്കൊക്കെ നെക്സോണൊക്കെ മാറുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള ഫ്രണ്ട് ഫേസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊസിഷൻ ഡിയർ ലാംപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയാണ്, കത്തി നിൽക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. സെക്കൻഷ്യൽ ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ലൈറ്റിനകത്ത് നമുക്ക് ചാർജ് കയറുന്നത് അറിയാൻ പറ്റും. അതായത് ചാർജ് ഇങ്ങനെ ബാറ്ററി ഓരോ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ഈ ലൈറ്റ്സിനകത്ത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വാഹനത്തിനകത്ത് എത്രമാത്രം ചാർജ് ബാറ്ററിയിലേക്ക് കയറുന്നുണ്ടെന്ന് കാണാനും പറ്റും. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ ലാംപ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ബൈ ഫംഗ്ഷനിലാണ്. അപ്പോൾ ഒറ്റ യൂണിറ്റിനകത്ത് തന്നെ മിഡും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് നമുക്ക് ഫ്ലാഷ് ചെയ്യണം. അതായത് ലോങ് റേഞ്ചിലേക്ക് നമുക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. തൊട്ട് താഴെ തന്നെയായിട്ട് കോൺട്രിങ് ആയിട്ട് വരുന്ന ഫോഗ് ലാംപ്സും വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ചെറിയ വളവൊക്കെ തിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫോഗ് ലാംപ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് സ്റ്റിയറിംഗ് തിരിയുന്ന സൈഡിലേക്ക് ആ ലൈറ്റ് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാണാനായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് എയർ ഡൗൺ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ വശത്തേക്ക് വരുമ്പോൾ ഒരു ഫംഗ്ഷനിങ് ആയിട്ടുള്ള എയർ കർട്ടൻസും കാണാം. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഭംഗികരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ടാറ്റയുടെ ലോഗോ എന്ന് പറയുന്നത്. അപ്പം അതും അത്തരത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രത്യേകത. നമുക്ക് പതുക്കെ ഇനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു മിഡ് കോമ്പാക്റ്റ് ആയിട്ട് വരുന്ന ഒരു SUV ആയിട്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിന് SUV എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടെറൈനിലേക്ക് കൂടെ പോകാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കണം. ബേസിക്കലി പറയുകയാണെങ്കിൽ 190 mm ആണ് ഇതിൻ്റെ ഒരു ഈ പറയുന്ന നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ വീൽ ബേസ് എന്ന് പറയുന്നത് 2495 വരുന്നത്. 2445 ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അകത്ത് നല്ല സ്പേസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ കുറച്ചുകൂടെ വലിയ
ഈ സെഗ്മെൻറ്റിലുള്ള കുറച്ച് വാഹനങ്ങൾ നോക്കി 2500 വരുന്നത്. അപ്പോൾ ചെറിയ മില്ലിമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ വീൽ ബേസിന് വരുള്ളൂ. അപ്പോൾ അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടായിരിക്കും സംഭവം കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വീതിയേറിയുള്ള ഫെൻഡേഴ്സ് കാണാം. ടയറിൻ്റെ സൈസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചും ഈ പറയുന്ന ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ചുമാണ് വരുന്നത് വീൽ സൈസ് വരുന്നത്. ഓക്കെ, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഫ്രണ്ടിലും മാക്ഫേഴ്സിൻ്റെ സ്ട്രട്ടാണ് ഉപയോഗിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഡ്യുവൽ പാത്ത് സ്ട്രറ്റാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് വൈപ്പ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ .EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമ്മൾ ഓൾറെഡി നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ വീതിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പോർഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു റൂഫ് റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് വാഹനത്തിനകത്ത്. പിന്നെ ഇവിടെയൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്ത പില്ലേഴ്സാണ് വരുന്നത്. നമുക്ക് മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള മിറേഴ്സ് കാണാം. അതുപോലെ അതിനകത്ത് തന്നെ സീക്വൻഷ്യൽ ലൈറ്റും ഉണ്ട്. പിന്നെ 360 ഡിഗ്രിക്കുള്ള ഒരു ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വാഹനത്തിന് ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. നമുക്കൊരു 4-5 വേരിയൻസിലാണ് ഈ കളേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഇതിനൊരു പ്രത്യേകതയുള്ള കളറാണ്. ആദ്യമായിട്ട് നെക്സോണിൽ ഈ കളറുണ്ട്. ഇതെന്ന് പറയുന്നത് എംപവേർഡ് ഓക്സൈഡ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കളറാണ്. നല്ല തിളക്കമുള്ള മെഴുമെഴുത്ത ഒരു വൈറ്റും അല്ലെങ്കിൽ ഒരു പേൾ കളറാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വശത്തേക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിൽ വളരെ ബോഡി കളേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ബാക്കിലേക്ക് ഡോർ ഹാൻഡിൽസ് അതിന് വരുന്നത് ഇവിടെ ഈ ഒരു പാനലിലാണ് ഡോർ ഹാൻഡിലായിട്ട് വരുന്നത്. അതൊരു നമുക്കറിയാം ചില വാഹനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഡോർ ഹാൻഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ബോഡിയായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഒരു ഷാർഫിൻ ആൻഡ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീഫോഗറുള്ള ഗ്ലാസസ് ആണ്. ഒരു വൈപ്പറുണ്ട്. ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് വശത്തേക്കും നമുക്ക് ഭംഗിയുള്ള ആ ഒരു ടാറ്റ ആദ്യമായിട്ട് ഈ വാഹനങ്ങൾ ഇറക്കുന്നത് അല്ലെ ഈ പറയുന്ന ആൽഫ 2.0 എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഫിലോസഫിയിലേക്ക് വരുന്ന സമയത്ത് ട്രൈയാരോ ഡിസൈൻസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വാഹനത്തിനകത്ത് അവർ നിലനിർത്തിയിട്ടുണ്ട്. ലൈറ്റ്സിനകത്ത് അതിങ്ങനെ കൊണ്ടിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ വീതിയുള്ള ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. ഡിഫ്യൂസർ പ്ലേറ്റ്സ് ഒക്കെ ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ .EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെയുണ്ട്. അപ്പം നേരത്തെയൊക്കെ വേറൊരു കളറിൽ ഇതൊരു ബ്ലാക്ക് കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു ക്യാമറ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാഹനത്തിനകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ അകത്തേട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. സെലിബ്രേറ്റിംഗ് 50 lakhs കാർസ്. അതായത് 1998 ആദ്യമായിട്ട് ഇൻഡിക്ക എന്ന് പറഞ്ഞൊരു വാഹനം വരുന്നത്. പിന്നെ ആ വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അത് ഒരു പരാജയമായതും കമ്പനി വിൽക്കാൻ പോയതും പിന്നെ വളരെ ശക്തിയോടെ കമ്പനി തിരിച്ച് രറ്റത്തായിട്ട് പിടിച്ചതും ഒക്കെ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള സ്റ്റോറീസാണ്. ഭയങ്കര മോട്ടിവേഷനാണ്. അങ്ങനെ 2023 വരുന്ന സമയത്ത് ടാറ്റ 50 ലക്ഷം കാറുകളിൽ ഇന്ത്യയിൽ വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ ആ ജൈത്രയാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഡോർസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടോ? ഈ ഡോർ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വശത്ത് നിന്ന് തന്നെ ഈ ഒരു വശത്തേക്ക് പതുക്കെ വന്ന് നോക്കിയേ കേട്ടോ. ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾ നോക്കിയാൽ സാധാരണ ഏതെങ്കിലും കാറിൻ്റെ ഡോർസ് ഇത്ര ഓപ്പൺ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഓൾട്രോസ് മുതലാണ് ഇവർ ഈ വാഹനത്തിനകത്ത് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഡോർ 90 ഡിഗ്രിയാണ്. ശരിക്കും ആ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ സോമർസോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ചാടാൻ പറ്റും. ആ രീതിയിലാണ് ഡോർസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഡോർ ഇത്ര വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് അകത്തേക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ഈസിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഡോർ ട്രിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കംപ്ലീറ്റ് നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു വൈറ്റ് കളറുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഡോർ ട്രിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിനകത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഹർമൻ തന്നെ ആയിരിക്കും. ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പം ഫ്രണ്ടിലും ബാക്കിലൊക്കെ സ്പീക്കേഴ്സ് ഉണ്ട്. അതുപോലെ ട്യൂട്ടേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതൊന്നും പറയാനൊന്നും ഇല്ല. എല്ലാ വാഹനത്തിനകത്തുള്ള പോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി സീറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് വരുന്ന സമയത്ത് ഫാബ്രിക് ആയിട്ടല്ല ലെതററ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ലെതർ പ്ലസ് ഈ പറയുന്ന പോലെ ഫാബ്രിക് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഫ്രണ്ടിൽ 2 സീറ്റ്സും വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ആ സീറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് മാനുവലി ആണ് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും ഒക്കെ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഈ പഞ്ച് EVയുടെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ 3rd ജനറേഷൻ എക്സൈക്കിളൊക്കെ വന്നപ്പോൾ സമയത്താണ് ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ ആണ്. അപ്പോൾ ഈ വാഹനത്തിനകത്തും ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് നമുക്കറിയാം. ഈ പറയുന്ന ഈ വശത്തേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ആണ്. ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് ഫ്രീയുടെ കൺട്രോൾസ് ആണ് പ്രധാനമായിട്ട് വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ്സ് ഒക്കെയാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് മുകളിലോട്ട് പൊക്കാനും താക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ടെലസ്കോപ്പിക് അല്ല. ഓക്കെ, ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഹർമാൻ്റെ ആണ് ഡിസ്പ്ലേ വരുന്നത്. ലൈക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്കറിയാം. ഇതിനകത്ത് കൂടുതൽ പറയേണ്ടത് ഇപ്പോൾ എല്ലാ വാഹനവും കണക്റ്റഡ് ആയിട്ട് വരുന്ന വാഹനങ്ങളാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വോയിസ് കമാൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ നമുക്ക് ഉപയോഗിക്കാം, അലക്സ ഉപയോഗിക്കാം, ഹെയ് ടാറ്റ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം നമുക്ക് വയർലെസ്ലി കണക്ട്
കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ആ ട്രൈആരോ ഡിസൈൻസ് ആണ് കംപ്ലീറ്റ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെയൊക്കെ ഒരു വുഡൻ ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു വശം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ ഒരു കളർ തീംസ് അതൊരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ആ തീംസും കാര്യങ്ങളായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു കളറാണ്, EV ആണെന്ന് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഡിസൈൻ ഫിലോസഫീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ വശത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അകത്ത് സീറ്റിൻ്റെ ഒക്കുപ്പൻസി ഒക്കെ അറിയാൻ പറ്റില്ല, എത്ര പേര് വാഹനത്തിനകത്ത് ഇരിക്കുന്നുള്ളത് തിരിഞ്ഞ് നോക്കിയാൽ അറിയാൻ പറ്റും. എന്നാൽ പോലും ആ ഒരു സീറ്റിൻ്റെ സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്നത്, അതായത് എയർ ബാഗ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെയാണ് ഇത് കൊടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു 5 ഡോട്ടൊക്കെ കാണാം, അതായത് ഇതൊരു 5 സീറ്റർ വെഹിക്കിളാണ്. അപ്പോൾ എത്രയാണ് ഓക്യുപ്പൈഡ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് അറിയേണ്ടത് നമുക്ക് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് വരുന്ന ഫിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സാണ്. ഫിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിലമെൻറ്റിനകത്ത് ടച്ച് പോലെയാണ് ഈ സ്വിച്ചസ് ഒക്കെ വരുന്നത്. പഴയ കാലത്ത് സ്വിച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു ടച്ച് പാനൽ പോലെയാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഫാനിൻ്റെ സ്വിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലാണ്. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഡിജിറ്റലായിട്ടാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വയർലെസ് ചാർജർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജറുണ്ട്. അതുപോലെ USB പോർട്ടുകൾ സംവിധാനങ്ങളെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിലേക്ക് റോട്ടർ ഡയലിലേക്ക് വരുമ്പോൾ ജ്വൽഡായിട്ട് വരുന്ന ഒരു റോട്ടർ ഡയലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയാണ് കാണാമെന്ന് പറഞ്ഞാൽ. അത് ഈ നമുക്ക് പാർക്ക്, ന്യൂട്രൽ ഡ്രൈവ്, റിവേഴ്സ് ഡ്രൈവ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിനകത്ത് മോഡുകൾ, നമുക്ക് പല മോഡുകളുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈക്കോ മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അപ്പോൾ കൂടുതൽ, അതായത് ആ മോഡിൽ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് മോഡ് ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ ഈ 2 മോഡ്സ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് പാർക്കിൻ്റെ നമുക്ക് സ്വിച്ച് ഉണ്ട്, ഓട്ടോ ഹോൾഡ് ഉണ്ട്. ഈ വാഹനത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ നേരത്തും കയറ്റം കയറാൻ നേരത്തും വാഹനത്തിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള കൺട്രോൾ വാഹനത്തിന് ഏറ്റെടുക്കും. ഓട്ടോ ഹിൽ ഹോൾഡ്, അതുപോലെ ഹിൽ ഡിസൻ കൺട്രോൾസ്, ഈ കൺട്രോൾസ് ഒക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇപ്പം നല്ല ചൂടുകാലമാണ്, അപ്പോൾ സീറ്റ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പുറകിലൊക്കെ ഒരു നല്ല ഒരു തണുപ്പ്, ഒരു കുളിർമ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയാണ് ബേസിക്കലി ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു IRVM പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോ ഡേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. 2 വശത്തേക്കും നമുക്ക് സൺ വൈസേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് മിറേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ റീഡിംഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ SOSൻ്റെ സ്വിച്ച്, അതുപോലെ നമുക്ക് ഈ എയർ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സൺറൂഫ് ഉണ്ട്. സൺറൂഫിൻ്റെ പ്രത്യേകത ഉണ്ട്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡോർ വൈഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ ഈ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങൾ 2 ഡോർ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ കണ്ടോ, ഞാൻ ഓടി വന്ന് കയറാൻ തോന്നുന്നു. അതൊക്കെ അത്ര വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ലഗേജ്, ഇപ്പോൾ വലിയൊരു ബോക്സ്, നമ്മളിപ്പോൾ നമുക്ക് ഗൾഫിലേക്ക് ആരെയും കഴിക്കാണ്ട് വലിയ അച്ചാർ പെട്ടിയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പുറത്ത് സീറ്റിലേക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകം എന്ന് പറയുന്നത്. അപ്പോൾ അകത്തേക്ക് ഞാനൊന്ന് കയറുവാണേ. അപ്പം സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ലെതറായിട്ട് വരുന്ന സീറ്റുകൾ, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട്സ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം കണ്ട നമുക്ക് ബാക്കിലെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് മുട്ട് നമുക്ക് തട്ടുന്നില്ല. ഫയൽ പോക്കറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. മൊത്തം ഒരു വൈറ്റ് കളറുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. നമുക്കിവിടെ ഒരു ഗ്രാബ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇവിടെ ചാരി ഇരിക്കാനായിട്ട് 2 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു കപ്പ് ഹോൾഡർ അവർ കൊടുത്തിട്ടില്ല. ടോപ്പ് എൻഡിൽ ഒരു ചെറിയ കപ്പ് ഹോൾഡർ കൊടുക്കായിരുന്നു, തന്നെ പോകുന്ന വഴിക്ക് 2 എണ്ണമൊക്കെ അടിച്ച് ചില്ലായിട്ട് പോകാമല്ലോ. പിന്നെ ഇതിനകത്തെ സ്പേഷ്യസിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഈ ബെഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോർ എന്ന് പറയുന്നതൊക്കെ ഏകദേശം പരന്ന് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആ സെൻട്രൽ ടണലിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട്, ഇതിനകത്ത് എയർ പ്യൂരിഫയർ ഉണ്ട് ഈ വാഹനത്തിനകത്ത്. അതായത് നമ്മുടെ എയറിൻ്റെ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് ചെക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ വാഹനത്തിനകത്തെ ഈ പറയുന്ന നല്ല ഒരു ഓക്സിജൻ്റെ ലെവൽ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ടയർഡ്നെസ് ഒക്കെ പൊതുവെ കുറവായിരിക്കും, കാരണം നല്ല എയർ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അത് ഇതിനകത്ത് കൊടുക്കാമായിരുന്നു തോന്നി. അതിനിപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് അത് കൊടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ലഗേജ് എത്രമാത്രം വെക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ അത്യാവശ്യം നമുക്ക് ഡീപ്പറായിട്ടുള്ള ഒരു വലിയൊരു സ്പേസ്, 366 ലിറ്ററാണ് ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് 2-3 സൂട്ട് കേസൊക്കെ വെച്ച് ഇഷ്ടം പോലെ ഒരു യാത്രയൊക്കെ പോകാനായിട്ട് പറ്റിയ അടിപൊളിയായിരിക്കും. പിന്നെ വാഹനത്തിനകത്ത് നമുക്ക് ചാർജേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കൂടെ നമുക്ക് 2 ഹോം ചാർജേഴ്സ് 2 എണ്ണം നമുക്ക് എടുക്കാം. 3.3 അല്ലെങ്കിൽ 7.2 കിലോവാട്ടിൻ്റെ ചാർജേഴ്സ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലേക്ക് വരുന്നത്, അതായത് മിഡ് വേരിയൻറ്റിലും, അതായത് ഏറ്റവും ടോപ്പിൽ 2 വേരിയൻസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 2 ചാർജേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 3.3യുടെ ചാർജേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കിയേ, ഇതിനകത്ത്
സ്പെയർ ടയർ കൊടുത്തിട്ടില്ല, അതിന് പകരം പഞ്ചർ റിപ്പയർ കിറ്റാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്കൊരു വാഹനം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ NH66 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നിഖിൽ ബ്രോ ആണ്. നിഖിൽ ബ്രോ ഫേസ് ഒന്ന് കാണിച്ചേ. ഓക്കെ, നന്നായിട്ട് കാണുന്നുണ്ടോ? കണ്ടു വെച്ചേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ജയൻ ബ്രോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഹായ് പറ, ചിരിക്കും മനുഷ്യ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് വന്നിരിക്കുന്നത്. ഞായറാഴ്ച ആയിട്ട് ഇവർ എൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി താങ്ക്സ് ആദ്യം പറയട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് ആണ്. ഞാൻ കേട്ടു നിങ്ങളുടെ വണ്ടി 9.5 സെക്കൻഡിൽ 100 എത്തുമെന്ന് അല്ലേ? ഷുവറായിട്ട് എത്തും. നമുക്ക് അതിനുള്ള റോഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം മാക്സിമം. അതിന് ശേഷം ഒരു കാര്യം ചെയ്യാതെ നിഖില് ഓക്കെ നിഖിലിന്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഒന്ന് പറഞ്ഞേക്കണേ, നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. എന്താ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പേര്? എന്റെ നിഖിൽ CP എന്നാണ്. എന്റെ ജസ്റ്റ് പേഴ്സണൽ അക്കൗണ്ട് ആണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി നമ്മുടെ ഈ ടാറ്റയുടെ പ്രോഡക്റ്റ് ആണ്, അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മുടെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ്ലി ലോഞ്ച് ആയ വെഹിക്കിളാണ് നമ്മുടെ ഈ പഞ്ച് ഡോട്ട് EV എന്ന വെഹിക്കിള്. അതായത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. അതായത് ഈ സബ് കോമ്പാക്ട് XUV-ല് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പം റീസെന്റ് ഏറ്റവും സെല്ലാവുന്ന നമ്മുടെ വെഹിക്കിളാണ്. നല്ലപോലെ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് ഈ വെഹിക്കിൾ. എന്നാലും ഓക്കെ, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്താക്കിയാലോ. അപ്പൊ ഭയങ്കര അറിവുണ്ടെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം കൊടുത്തേക്ക്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ സംബന്ധിച്ചുണ്ടെന്നുണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ കേട്ടോ. അപ്പൊ നമ്മളൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രാഫിക് ഒന്ന് കുറച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. നമുക്ക് കാലുകൂടി തിരക്കാവുന്ന ഒരു പ്ലാനിലാണ്. ഇത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ റോഡ് ഏകദേശം ക്ലിയർ ആണ്. നമ്മളൊന്ന് കാലെടുക്കണം കേട്ടോ. ഓക്കെ, അടിപൊളി. അത് വീൽ സ്പിൻ അടിച്ചിട്ടാണ് വണ്ടി കയറുന്നത് അല്ലേ? അത് നിങ്ങൾ കേട്ട ഒരു സൗണ്ട് കേട്ടോ. അതായത് ടയർ സ്പിൻ ചെയ്താണ് അത് നമ്മൾ കാലെടുക്കുന്ന സമയത്ത്. വളരെ ഫാസ്റ്റർ ആയിട്ടാണ് കേട്ടോ വണ്ടി കയറുന്നത്. നോക്കി, 100 കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഏകദേശം അച്ചീവ് ആയിട്ടുണ്ട്. നമ്മൾ 80 വരെയൊക്കെ നമ്മൾ ഓടിക്കാനുള്ള റോഡിലൊക്കെ ജസ്റ്റ് ഈ റോഡിൽ നിന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവരും പാലിച്ച് ഓടിക്കുക. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് 2 തരത്തിലുള്ള റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ബാറ്ററി പാക്കുകളെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, വെഹിക്കിളിന് 2 ബാറ്ററി പാക്കപ്പ് ആണ് വരുന്നത്. അതായത് മിഡ് റേഞ്ച് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിന് 25 കിലോവാട്ടിന്റെ ബാറ്ററി കപ്പാസിറ്റി ആണ്. അറൗണ്ട് നമുക്ക് ഒരു 8 സിംഗിൾ ചാർജിൽ 315 കിലോമീറ്റർ പോകുന്നുണ്ട്. അതേസമയത്ത് ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 35 കിലോവാട്ടിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ഒരൊറ്റ സിംഗിൾ ചാർജിൽ 421 റേഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ പവറും ടോർക്കിലോട്ടും പോവുകയാണെങ്കിൽ ഇപ്പൊ മിഡ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ മിഡ് റേഞ്ചിനാണെങ്കിൽ നമുക്ക് അറൗണ്ട് 60 കിലോവാട്ട്, അതായത് 80 PS പവർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 120 PS പവർ കിട്ടുന്നുണ്ട്. ഇതിന്റെ രണ്ടിനെയും ടോർക്കിലോട്ട് നോക്കുകയാണെങ്കിൽ മിഡ് റേഞ്ചിന് നമുക്ക് 140 Nm ടോർക്ക് കിട്ടുന്നുണ്ട്. ലോങ് റേഞ്ചിനാണെങ്കിൽ 190 Nm ടോർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിനോട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ലോങ് റേഞ്ച് നമുക്ക് പെർഫോമൻസ്, അതെ ലോങ് റേഞ്ച് എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ചും കൂടെ പവർ കിട്ടുന്നുണ്ട്. അതായത് ഈ 0 to 100 9 സെക്കൻഡ് റീച്ച് ചെയ്യാൻ പറ്റുന്നത് ലോങ് റേഞ്ചിനാണ് ആക്ച്വലി. അതെ, പിന്നെ ഈ വാഹനത്തിലേക്ക് ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ടല്ലേ? അതുപോലെ നമുക്ക് റീജനറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ചാർജ് ചെയ്യാൻ 3 ലെവലുണ്ട്. ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് പോലൊരു സംവിധാനമൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് മൈനസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി വെഹിക്കിളിന്റെ റേഞ്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ്, അതായത് റീജനറേറ്റീവ് മോഡാണ്. യൂഷ്വലി നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് കിട്ടണമെങ്കിൽ കസ്റ്റമേഴ്സിനോട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് 3 ഡ്രൈവിംഗ് മോഡ് വെഹിക്കിളിന് ആക്ച്വലി വരുന്നുണ്ട്. അതായത് എക്കോ, സിറ്റി ആൻഡ് സ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് സ്പോർട്സ് മോഡിലാണ്. സ്പോർട്സ് മോഡ് ഇട്ടാലേ ആക്ച്വലി നമുക്ക് 9 സെക്കൻഡ്സ് കൊണ്ട് 100 റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഓരോ പ്രിഫറൻസ് അനുസരിച്ച്, അതായത് പുള്ളിക്കാരന് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇക്കോ മോഡിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ലെവൽ 2 or 3 ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി റേഞ്ച് കിട്ടുന്നുണ്ട്. ആക്ച്വലി റേഞ്ച് കിട്ടുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിൾ കൂടുതൽ ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ച് ഓടിക്കുകയാണെങ്കിൽ കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യുന്നത് പറയുന്നത്. കാരണം എല്ലാവരും പരീക്ഷിക്കാത്തൊരു സാധനമാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവർ കൂടുതലായിട്ട് ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ ആക്സലറേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്മൂത്തർ ആയിട്ട് കുറച്ചുകൂടെ റേഞ്ച് കിട്ടുന്നതായിട്ട് പലരും ഉപയോഗിക്കുന്നവർ പലരും പറയുന്നുണ്ട് അല്ലേ? അതെ, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ക്ലസ്റ്ററിനകത്ത് പുതിയൊരു എന്തോ ഇന്റർഫേസ് ഉണ്ടല്ലേ? അതെ, ഇപ്പൊ നമുക്ക് ക്ലസ്റ്റർ ഇൻഫോടൈൻമെന്റ് പോണെങ്കിൽ HD ആയിട്ട് വരുന്ന ഇൻഫോടൈൻമെന്റ് ആണ്. എസ്പെഷ്യലി ഇതിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. arcade.ev എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് മ്യൂസിക് പ്ലേയേഴ്സും വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേന് ഉപരി നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാനും ചെറിയ കുഞ്ഞു ഗെയിംസ് ഒക്കെ ഈ ഒരു ക്ലസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് യൂസ് ചെയ്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഫ്രഷിങ്ങിന് വേണ്ടി AQI എന്ന പുതിയൊരു ടെക്, അതായത് നമ്മുടെ എപ്പോഴും എയർ ക്വാളിറ്റി ഇൻഡെക്സ്, എയർ പ്യൂരിഫിക്കേഷൻ അറ്റ് എ ടൈം ഈ റൂം ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്.
ഓ, ഈ നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യല്ലേ? നമ്മൾ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ക്യാമറ ഓൺ ആകല്ലേ, ബാക്കി വണ്ടി വരുന്നുണ്ടോ? ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ വശത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അങ്ങനെയുള്ള ഫീച്ചറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. ഇനിയിപ്പോ ഇത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് എടുക്കാൻ പറ്റുമോ? അതിന്റെ വിലയുടെ കാര്യങ്ങളൊന്ന് പറയുമോ? നമുക്ക് വെഹിക്കിളിന്റെ മിഡ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 10.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 12.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സാധാരണക്കാരന്റെ ഒരു ബെസ്റ്റ് EV ഓപ്ഷൻ ആണ് ഈ പഞ്ച് EV. 12 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. ഷുവർ ആയിട്ടും 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസിൽ തന്നെ ഒരു കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ എങ്ങനെയാ ബാറ്ററിയുടെ വാറന്റിയും അതുപോലെ കാര്യങ്ങളൊക്കെ? നമുക്ക് വെഹിക്കിളിന്റെ ബാറ്ററിക്ക് മോട്ടറിനും കൂടെ ചേർത്തിട്ടാണ് 8 years or 1,60,000 കിലോമീറ്റേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 8 വർഷം വാറന്റി. സെയിം വാറന്റി പീരീഡ് നമ്മൾ പഞ്ച് EVക്കും കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എന്ത് ഇഷ്യൂസ് വന്നാലും ഫുൾ വാറന്റി ക്ലെയിം ആവുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് വണ്ടി ഓടിക്കാം കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ ഓടിച്ചോണ്ടിരിക്കാനായിട്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എല്ലാവരും ഒന്ന് എടുത്തു നോക്കണം. അപ്പം നമുക്ക് ഇതിനകത്ത് വോയിസ് കമാൻഡ് ഉണ്ടെന്നല്ലേ പറയാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓപ്പൺ സൺറൂഫ്. അടിപൊളി. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൺറൂഫ് ഒക്കെ തുറന്നായിരുന്നോട്ടെ. അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ക്ലോസ് സൺറൂഫ്. പറഞ്ഞാൽ കേൾക്കുന്ന ചെറുക്കനാണ്, കൃത്യമായിട്ടെല്ലാം അനുസരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും സൂപ്പർ ആയിട്ട് എല്ലാം വന്നതിൽ ഒരുപാട് താങ്ക്സ് ബ്രോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇവരുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് ഇച്ചിരി ടൈറ്റ് ആണെന്ന് അറിയാം, കാരണം എനിക്ക് പോലും ഞായറാഴ്ചയാണ് തന്നത്. അത്ര ഡിമാൻഡുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പം നമ്മളിപ്പോൾ വാഹനം എടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രം NH66 ട്രിവാൻഡ്രം മോട്ടേഴ്സിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷോറൂംസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യത്തിനും അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.